നമസ്കാരം. കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം. ലഹരി മാഫിയക്കെതിരെ ചാനലിൽ വെളിപ്പെടുത്തൽ നടത്തിയ വളാഞ്ചേരി സ്വദേശിക്ക് മർദ്ദനമേറ്റു. കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. വളാഞ്ചേരിയിൽ ലഹരി മാഫിയയെ തുറന്നുകാട്ടിയ യുവാവിനാണ് മർദ്ദനമേറ്റത്. മലപ്പുറം വളാഞ്ചേരി സ്വദേശി നിസാമിനാണ് മർദ്ദനമേറ്റത്. ലഹരി മാഫിയയെക്കുറിച്ച് നിസാം സ്വകാര്യ ചാനലിലൂടെ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. നേരത്തെ ലഹരി ഉപയോഗിച്ചിരുന്ന നിസാം പിന്നീട് ലഹരി ഉപയോഗം നിർത്തുകയും ലഹരി മാഫിയക്കെതിരെ സ്വകാര്യ ചാനലിലൂടെ വെളിപ്പെടുത്തലുകൾ നടത്തുകയുമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രി മർദ്ദനത്തിനിരയായത്. മർദ്ദനത്തിൽ നിസാമിന്റെ കഴുത്തിനും കൈക്കും പരിക്കേറ്റു. നാട്ടുകാരനായ അൻസാർ എന്നയാളാണ് മർദ്ദിച്ചതെന്ന് നിസാം പറയുന്നു. ചാനലിലൂടെ നടത്തിയ വെളിപ്പെടുത്തലുകൾ പരാമർശിച്ചായിരുന്നു മർദ്ദനമെന്നും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും നിസാം ആരോപിക്കുന്നുണ്ട്. സംഭവത്തിൽ വളാഞ്ചേരി പോലീസ് കേസെടുത്തു. വെളിപ്പെടുത്തലിന് പിന്നാലെ ഇദ്ദേഹം ലഹരി മാഫിയയുടെ നിരന്തര ഭീഷണി നേരിടുന്നുണ്ടായിരുന്നെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. റിപ്പോർട്ടർ ചാനലിന് ഞാൻ ലഹരിക്കെതിരെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ കൂട്ടുകാരനാണ് എന്നെ ആദ്യമായിട്ട് ഡ്രഗ് ഉപയോഗിപ്പിച്ചു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനിന്നിവിടെ നാട്ടിൽ ബാർബർ ഷോപ്പിൽ മുടി വെട്ടായിരിക്കുമ്പോൾ എൻ്റെ നാട്ടിലെ ഫ്രണ്ട് ഈ പറഞ്ഞ ആളെ ഇക്കാക്ക എന്നെ വന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, സമയം ഒന്ന് വായ പറഞ്ഞു സംസാരിച്ച് കൈയൊക്കെ ഒന്ന് സംസാരിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയിൽ എന്നോട് പറഞ്ഞു, എൻ്റെ അനിയൻ സിദ്ദീഖിനെ ആയിട്ട് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പറഞ്ഞു, ഈ എന്തിനാ ഓനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഓനെ പറ്റി പറഞ്ഞില്ല, ഓൻ്റെ പേര് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിനവൻ എന്നെ അടിച്ച് കാരണം അത്യാവശ്യം എന്നെ അടിച്ച്. അവൻ്റെ അരയിൽ കമ്പി ഉണ്ടായിരുന്നു. കമ്പി എടുത്തിട്ട് തലക്കൊരു അടിച്ച് കൈയിനടിച്ച്. പിന്നെ ഞാൻ അവിടെ നിന്ന് വീണപ്പോൾ എൻ്റെ കഴുത്തിൽ അവൻ ഷൂ കൊണ്ട് ചവിട്ടി. പിന്നെ അവൻ്റെ കയ്യിൽ ചായ കൊണ്ട് നെഞ്ഞത്ത് കുത്തി. അങ്ങനെ അത് ഇതിൻ്റെ ഇടയിലൊക്കെ അവൻ പറഞ്ഞിട്ട കാര്യം, എൻ്റെ അനിയൻ്റെ കല്യാണം നോക്കുന്നുണ്ട്, അപ്പോൾ അന്നെ ഞാൻ ജീവിക്കാൻ അയക്കില്ല, അന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞിട്ടാണ് അവൻ ഇതൊക്കെ ചെയ്തത്. അപ്പോൾ ഇതിന് നാട്ടുകാർ വന്ന ആൾക്കാർ ഓടിക്കൂടി എൻ്റെ ഫ്രണ്ട്സ് നാട്ടുകാർ കൂടിയാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അങ്ങനെ ഇപ്പോൾ ഇവിടെ കുറച്ച് പരിക്കുകളായിട്ട് ഇവിടെ അഡ്മിറ്റാണ്. ഇപ്പോൾ ഒരു 2-3 ആൾക്കാരൊക്കെ വിളിച്ചിട്ടുണ്ട്, ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. നിർത്തിക്കോ, എൻ്റെ ഈ ഞങ്ങളായിട്ട് കളിക്കണ്ട, എനിക്ക് കൂട്ടിയാൽ കൂടൂല എന്നുള്ള ഇൻ്റർനാഷണൽ കോൾ പറഞ്ഞ ഗൾഫിൽ നിന്ന് നെറ്റ് കോളൊക്കെ വന്നിട്ട് ആരും പേര് നമ്പർ കിട്ടാത്ത രീതിയിലാണ് എനിക്ക് കോളുകൾ വന്നിരുന്നത്. നെറ്റ് നമ്പറിൽ നിന്ന് കോളുകൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് നമ്മളായിട്ട് കളിച്ചെത്തൂല, നിർത്തിക്കാളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണികൾ വന്നിട്ടുണ്ട്. എനിക്കത് തടി കേടാവും, മുന്നോട്ട് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ എന്തായാലും ഇതിലേക്ക് ഇറങ്ങിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ എന്തായാലും ഈ ലഹരിക്കെതിരെ എന്നുള്ളതിന് ഞാൻ മുന്നോട്ട് അങ്ങനെ തന്നെ പോകാനാണ് എൻ്റെ തീരുമാനം.